ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ തൃശ്ശൂർ TVS ഷോറൂമിലാണ് കേട്ടോ. നമ്മുടെ 164V BS6 കുറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്യാൻ പറഞ്ഞിട്ട് ഒരുപാട് പേരായി മെസ്സേജ് ചെയ്യണു. ഇതാണ് നമ്മുടെ പുതിയ മോഡൽ 164V. ഇതിൻ്റെ തന്നെ ഒരു റെഡ് റേസിംഗ് എഡീഷനും കൂടി ഉണ്ട്. അപ്പോൾ തന്നെ വണ്ടിയിൽ കയറിയിരിക്കുമ്പോൾ തന്നെ വണ്ടിയുടെ സീറ്റ് ഹൈറ്റിനെ കുറിച്ച് പറയാം. 800 mm ആണ് ഈ ഒരു ബൈക്കിൻ്റെ സീറ്റ് ഹൈറ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ഹൈറ്റ് എന്ന് പറയുന്നത് 5.5, അതായത് 169 സെൻറ്റിമീറ്റർ. എൻ്റെ ഈ ഉയരം വെച്ചിട്ട് എനിക്ക് ഫുള്ളായിട്ട് 2 കാലം നിലത്ത് മുട്ടിക്കാൻ പറഞ്ഞില്ല. വണ്ടി വളരെ സിമ്പിളായിട്ട് സ്മൂത്തായിട്ടാണ് കേട്ടോ കയറി പോണത്. വലിയ തരത്തിൽ പവറിൽ ലാഗില്ലാതൊരു 160cc ബൈക്കും കൂടിയാണ് നമ്മുടെ അപ്പാച്ചെ 164V എന്ന് പറയുന്നത്. ഞാനിപ്പോൾ ഒരു ടോപ്പ് ഗിയറിലാണ് ഈ ഒരു സ്പീഡിൽ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഈ ഒരു 26 സ്പീഡിൽ വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊന്നും എനിക്ക് വണ്ടിയുടെ ഭാഗത്തൊന്നും ഫീൽ ചെയ്യാനില്ല. വളരെ സ്മൂത്തായിട്ട് തന്നെയാണ് വണ്ടി മുമ്പോട്ട് പോണത്. പിന്നെ ഈ ഒരു ഗട്ടറുള്ള റോട്ടിൽ കൂടെ ഓടിക്കുന്ന സമയത്തും എനിക്ക് ഈ സസ്പെൻഷൻ്റെ ഭാഗത്തു നിന്ന് അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് തന്നെയാണ് ഫീൽ ചെയ്യണത്. വളരെ സ്മൂത്തായിട്ടാണ് കേട്ടോ വണ്ടി കയറി പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഗിയറും കൂടെ ബാക്കിയുണ്ടായിരുന്നു, അപ്പോഴേക്കും ബ്ലോക്ക് വന്നു. പവറിൻ്റെ കാര്യത്തിൽ ഈ ഒരു സെഗ്മെൻറ്റിലത്തെ വൺ ഓഫ് ദ ബെസ്റ്റ് ബൈക്ക് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് 164V വിളിക്കാം. ഫസ്റ്റ് ഗിയർ 42, 67, തേർഡ് ഗിയർ 90, ഫോർത്ത്, യാതൊരു തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടോ ഫീൽ ചെയ്യില്ല കേട്ടോ. വളരെ സ്മൂത്തായിട്ട് തന്നെയാണ് വണ്ടി കയറി പോണത്. ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു വണ്ടി ബിഗിനർ ഫ്രണ്ട്ലി ആണെന്ന്. ഞാൻ നിലവിൽ NS 160 ഓടിച്ചു, അതേപോലെ തന്നെ ജിക്സർ ഓടിച്ചിട്ടുണ്ട്, വെബ്സൈറ്റ് ഓടിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ബൈക്കുകളൊക്കെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ടോപ്പ് സ്പീഡിലൊക്കെ പോകുന്ന സമയത്ത് എനിക്ക് ഈ ഒരു ബൈക്കിനാണ് കൂടുതൽ ഇത്തിരി കൂടെ സ്റ്റെബിലിറ്റി കാര്യങ്ങളൊക്കെ തോന്നിയത്. പിന്നെ അത്യാവശ്യം മോശമില്ലാത്ത രീതിയിൽ നല്ല ഒരു ബ്രേക്കിങ്ങും ഈ ഒരു ബൈക്കിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഒരു ബൈക്ക് നല്ലൊരു ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു വണ്ടി തന്നെയാണ്. ഇനി ഗിയർ ബോക്സിനെ കുറിച്ച് പറയാൻ വെച്ചാലും വളരെ സ്മൂത്ത് ആയിട്ടുള്ളൊരു ഗിയർ ബോക്സ് തന്നെയാണ് കേട്ടോ. ഞാനിപ്പോൾ ഏകദേശം ഒരു 20 കിലോമീറ്ററോളായി വണ്ടി ഓടിക്കണു. എനിക്ക് വലിയ തരത്തിലൊന്നും ഗിയർ ബോക്സിൻ്റെ ഭാഗത്തുനിന്ന് ടൈറ്റോ അല്ലെങ്കിൽ ഇപ്പോൾ ഗിയർ വീഴാത്ത അവസ്ഥയൊന്നും ഫീൽ ചെയ്തിട്ടില്ല. എനിക്ക് ആകെ കൂടെ തോന്നിയത് ഈ ക്ലച്ച് കുറച്ച് ടൈറ്റാണ്. ഇപ്പോൾ ട്രാഫിക്കിലൊക്കെ നമ്മൾ കുറേ നേരം ക്ലച്ച് ഉപയോഗിക്കേണ്ടി വരുമ്പോൾ അത് ചെറിയ തരത്തിലുള്ളൊരു ബുദ്ധിമുട്ട് പോലെ തോന്നി വിരലുകൾക്ക്. പിന്നെ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഗിയർ ബോക്സിൻ്റെ ഭാഗത്തുനിന്ന് തോന്നിയില്ല. ഈ ഒരു സെഗ്മെൻറ്റിൽ തന്നെ അത്യാവശ്യം നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഗിയർ ബോക്സും കൂടിയാണ് ഈ ഒരു ബൈക്കിൻ്റെ എന്ന് പറയുന്നത്. ഇനി വണ്ടി എവിടെയെങ്കിലും നിർത്തിയിട്ട് BS6 ആക്കിയതിന് ശേഷമുള്ള കുറച്ച് മാറ്റങ്ങളും കൂടെ ഞാൻ ജസ്റ്റ് പറയാൻ മാത്രം കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ എന്ന് പറയുന്നത് ആദ്യത്തെ ഫ്യൂൽ ഇഞ്ചക്ഷൻ കൊണ്ടുവന്നു. പിന്നെ ഗ്രാഫിക്സിൽ കുറച്ച് ചേഞ്ചുകളൊക്കെ വരുത്തിയിട്ടുണ്ട്. പിന്നെ വന്നിട്ടുള്ള മെയിനായിട്ടുള്ള ഒരു മാറ്റം എന്ന് പറയുന്നത് ഹെഡ്ലൈറ്റ് ആണ്. ഇപ്പം നിലവിൽ ഈ ഒരു ബൈക്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ പോരായ്മയായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം ഈ ഒരു വണ്ടിയുടെ ഹെഡ്ലൈറ്റ് ആയിരുന്നു. BS6 മുതൽ നമുക്ക് LED ഹെഡ് ലാംപ്സ് ആണ് വന്നിട്ടുള്ളത്. വലിയ തരത്തിൽ പുറത്തേക്ക് തള്ളിയൊന്നും നിൽക്കണമൊന്നുമില്ല. കണ്ടോ, നല്ലപോലെ പതിഞ്ഞിട്ടുള്ള ഒരു ഹെഡ്ലൈറ്റ് ആണ്. ഇതിൽ താഴെയാണ് ഡിമോ വന്നിട്ടുള്ളത്, മുകളിൽ ബ്രൈറ്റ്. പിന്നെ ഒരു സ്റ്റാൻഡേർഡ് ലുക്കിൽ തന്നെ DRLs ഒക്കെ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു രസം തന്നെയാണ് ഹെഡ്ലൈറ്റിൻ്റെ ആ ഒരു ഭാഗം എന്ന് പറയുന്നത്. ഒരുപാട് പേരൊക്കെ പറയുന്നുണ്ടാണ് ഇത് ഭയങ്കര ബോറായി പോയിന്ന്. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ നല്ലൊരു ഡിസൈൻ തന്നെയാണ് ഹെഡ്ലൈറ്റിൻ്റെ ഭാഗത്ത് വന്നിട്ടുള്ളത്. പിന്നെ വണ്ടിയുടെ ലുക്കിനെ കുറിച്ചിട്ട് ചോദിക്കാന്ന് വെച്ചാൽ ഇപ്പോൾ ഓരോ ആൾക്കാർക്കും ഓരോ കാഴ്ചപ്പാടായിരിക്കും. ഇപ്പം എൻ്റെ കാഴ്ചപ്പാടിൽ വെച്ച് നോക്കുന്ന സമയത്ത് ഈ ഒരു സെഗ്മെൻറ്റ് 160cc സെഗ്മെൻറ്റിൽ അത്യാവശ്യം നല്ല ലുക്കോട് കൂടിയിട്ടുള്ള ഒരു ബൈക്കും കൂടിയാണ് നമ്മുടെ 164V എന്ന് പറയുന്നത്. അതിപ്പോൾ ടാങ്കിൻ്റെ ആ ഒരു ഭാഗം എടുത്ത് നോക്കാൻ ചെല്ലും, അല്ലെങ്കിൽ ഇപ്പോൾ ബാക്കിൽ നിന്ന് നോക്കണ സമയത്താണെച്ചാലും സൈഡിൽ നിന്നുള്ള വ്യൂ ആണെച്ചാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു വണ്ടിയുടെ ഡിസൈനും കാര്യങ്ങളൊക്കെ. ഇതിൻ്റെ ടാങ്കിൻ്റെ ഒക്കെ ഒരു ഷേപ്പ് എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ് കേട്ടോ. ഈ ഒരു ടാങ്ക് ഓപ്പൺ ചെയ്യണ ഒരു ഭാഗം സെൻറ്ററിൽ നിന്ന് കുറച്ച് റൈറ്റിലേക്ക് മാറ്റിയിട്ടാണ് ഫിറ്റ് ചെയ്തിട്ടുള്ളത്. ഗ്രാഫിക്സിലാണെച്ചാലും അല്ലെങ്കിൽ ഈ ഒരു ഭാഗമൊക്കെ എടുത്ത് നോക്കാൻ വെച്ചാലും അത്യാവശ്യം നല്ലൊരു പ്രീമിയം ക്വാളിറ്റിയോട് കൂടിയിട്ടുള്ള ഡിസൈനിൽ തന്നെയാണ് വണ്ടി വന്നിട്ടുള്ളത്. ഇനി ബാക്കിലേക്ക് വന്നു കഴിയുമ്പോൾ ചെറിയൊരു LED ലാമ്പോട് കൂടിയിട്ടാണ് ബാക്കിലത്തെ ലുക്ക് എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഇൻഡിക്കേറ്റേഴ്സും പിന്നെ നമ്പർ പ്ലേറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് ബാക്കിൽ എന്തോ ഒരു ശൂന്യത പോലെ ഫീൽ ചെയ്യുന്നത്. പിന്നെ ഒരു പ്രത്യേക തരത്തിലുള്ള ഡിസൈനിൽ തന്നെയാണ് ഇതിൻ്റെ ഗ്രാബ് റെയിലും വന്നിട്ടുള്ളത്. നമ്മൾ സാധാരണഗതിയിലൊക്കെ കണ്ടിട്ടുള്ള ഗ്രാബ് റെയിലുകൾ നേരെ തിരിച്ചായിരിക്കും, ഈ ഒരു ഭാഗം ഇപ്പുറത്തെ സൈഡിലേക്കായിരിക്കും വന്നിട്ടുണ്ടാവുക. ഇതിൻ്റെ ഗ്രാബ് റെയിൽ എന്ന് പറയുന്നത് നമ്മുടെ ബെനലി 300 ഒക്കെ ഇല്ലേ, അതേപോലെ അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ള പിടിച്ചിരിക്കാൻ നല്ല കംഫർട്ട് തരുന്ന രീതിയിലുള്ള ഒരു ഗ്രാബ് റെയിലാണ്. സീറ്റിൻ്റെ ഭാഗത്ത് നോക്കാൻ വെച്ചാൽ നമുക്ക് 204 മാത്രമാണ് സ്പ്ലിറ്റ് സീറ്റ് വന്നിട്ടുള്ളത്. ഈ ഒരു മോഡലിൽ അത്യാവശ്യം നല്ല വീതി കൂടിയിട്ടുള്ള ഒരു സിംഗിൾ സീറ്റാണ്. പക്ഷേ സീറ്റിൻ്റെ ഭാഗത്തുനിന്ന് എനിക്ക് അത്ര കംഫർട്ട് ഫീൽ ചെയ്യണില്ല. കുഴപ്പമില്ല എന്ന് മാത്രമാണ് പറയാൻ പറ്റുള്ളൂ. സീറ്റിൻ്റെ കംഫർട്ട്
കംഫർട്ടിനെ കുറിച്ചിട്ട് എനിക്ക് അത്ര വലിയ അഭിപ്രായങ്ങളൊന്നുമില്ല. ഇനി സസ്പെൻഷൻ്റെ ഭാഗം എടുത്ത് നോക്കാൻ നമുക്ക് ഫ്രണ്ടിൽ ടെലിസ്കോപ്പിക് സസ്പെൻഷനും ബാക്കിലും മോണോഷോക്കൊക്കെയാണ് വന്നിട്ടുള്ളത്. കാരണം വഴിക്ക് 1-2 ഹംബോൾ ചാടി അതേപോലെ തന്നെ ഗട്ട് റോഡിലൊക്കെ പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ കേരളത്തിലെ റോഡുകൾക്ക് പറ്റിയിട്ടുള്ള സസ്പെൻഷൻ തന്നെയാണ് ഈ ഒരു ബൈക്കിൻ്റെ എന്ന് പറയുന്നത്. ഇനി എഞ്ചിൻ്റെ പെർഫോമൻസിനെ കുറിച്ച് പറയാൻ വെച്ചാൽ ഞാൻ അത്യാവശ്യം നല്ല ട്രാഫിക്കുള്ള റോഡുകളിലൂടെയൊക്കെ ഓടിച്ചു നോക്കി ഇതിന് എത്രമാത്രം ഹീറ്റിംഗ് ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അത്ര മാരകമായിട്ടുള്ള ഹീറ്റിംഗ് കാര്യങ്ങളൊന്നുമില്ല. നിലവിൽ ഇത് ഓയിൽ കൂൾഡ് എഞ്ചിനോട് കൂടിയിട്ടുള്ള ഒരു ബൈക്കാണ്. വലിയ തരത്തിൽ അത്ര ഭീകരമായിട്ടുള്ള പറയാൻ മാത്രം ഹീറ്റിംഗ് ഒന്നും ഈ ഒരു ബൈക്കിൻ്റെ ഭാഗത്തുനിന്ന് എനിക്ക് ഫീൽ ചെയ്തില്ല. ഇനി പെർഫോമൻസിനെ കുറിച്ച് പറയാൻ വെച്ചാൽ വൈബ്രേഷൻ അങ്ങനെയുള്ള യാതൊരുവിധ കാര്യങ്ങളും നിങ്ങൾ ഈ ഒരു ബൈക്കിൻ്റെ ഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കേണ്ട. വളരെ സ്മൂത്താണ്. ഇപ്പോൾ ചെറിയൊരു RPM ലാണെച്ചാലും അല്ലെങ്കിൽ നല്ലൊരു ടോപ്പ് സ്പീഡിലാണെച്ചാലും വൈബ്രേഷൻ ചെറിയ തരത്തിലൊരു പൊടിക്ക് എന്നൊക്കെ പറയില്ലേ, അത്തരത്തിൽ മാത്രമാണ് എഞ്ചിൻ്റെ ഭാഗത്തുനിന്ന് ഫീൽ ചെയ്യണത്. പിന്നെ ഫസ്റ്റ് ആണെച്ചാലും സെക്കൻഡ് ആണെച്ചാലും തേർഡ് ആണെച്ചാലും ഞാൻ നേരത്തെ കാണിച്ച പോലെ തന്നെ ഒറ്റ ഗിയറിലും ലാഗില്ല. ഒരുപാട് പേര് ഈ ഒരു ബൈക്കിൻ്റെ മൈലേജിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ BS6 ആക്കിയതിന് ശേഷം ഫ്യൂൽ ഇഞ്ചക്ഷനോട് കൂടിയിട്ടാണ് ഈ ഒരു ബൈക്ക് വരുന്നത്. പിന്നെ കാർബറേറ്റർ ഇനി ഉണ്ടായിരിക്കില്ല കേട്ടോ. പിന്നെ 12 ലിറ്ററാണ് ബൈക്കിൻ്റെ ടാങ്ക് കപ്പാസിറ്റി എന്ന് പറയുന്നത്. കമ്പനി പറയണ മൈലേജിനെ കുറിച്ചിട്ട് ഞാൻ പറയുന്നില്ല. പക്ഷേ BS4 ഉപയോഗിക്കണവർ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഒരു 45 മുതൽ 50 മൈലേജ് കിട്ടണമെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. BS6 ആയതിനു ശേഷം ഏകദേശം 15% മൈലേജ് കൂടുന്നാണ് ശരിക്കും ഇതിൻ്റെ കമ്പനിക്ക് അവകാശപ്പെടുന്നത്. അപ്പോൾ പെർഫോമൻസിൻ്റെ പോലെ തന്നെ മൈലേജിൻ്റെ കാര്യത്തിലും ഒട്ടും പറകിലല്ല നമ്മുടെ TVSൻ്റെ 164V. പിന്നെ ഞാൻ നോക്കിയ ഒരു കേസ് എന്ന് പറയുന്നത് ചെയിൻ അടിയാണ്. ഇപ്പോൾ ഇത് പുതിയ വണ്ടി ആയതുകൊണ്ടാണോ എന്നറിയില്ല, ചെയിൻ്റെ ഭാഗത്തുനിന്ന് എനിക്ക് അങ്ങനെ വൈബ്രേഷൻസോ അല്ലെങ്കിൽ അടിയും കാര്യങ്ങളൊന്നും ഫീൽ ചെയ്തിട്ടില്ല. നിലവിൽ എനിക്ക് തോന്നുന്നു TVSൻ്റെ ബൈക്കുകൾക്ക് ചെയിൻ അടിയും കാര്യങ്ങളൊക്കെ കുറവാണെന്ന്. ഇനി ജസ്റ്റ് മീറ്ററും കൂടെ ഒന്ന് എടുത്ത് നോക്കാം. മീറ്ററിൽ കാര്യമായിട്ടുള്ള അപ്ഡേഷൻസ് ഒന്നും കൊണ്ടുവന്നിട്ടില്ല. ഇപ്പോൾ 204Vയിൽ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി പോലത്തെ ഒരുപാട് ഫീച്ചേഴ്സ് വന്നു. കാണാനൊക്കെ അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ലുക്കോട് കൂടിയിട്ടുള്ള ഒരു ഫുള്ളി ഡിജിറ്റൽ ഇൻസ്ട്രുമെൻ്റ് കൺസോളാണ് ഈ ഒരു ബൈക്കിൽ കൊടുത്തിട്ടുള്ളത്. ബേസ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഉണ്ടെന്ന് മാത്രമാണ് പറയാൻ പറ്റുള്ളൂ. അത്രമാത്രം ഓപ്ഷൻസ് ഒന്നും മീറ്ററിൽ വന്നിട്ടില്ല. സൈഡ് സ്റ്റാൻഡ് ഇൻഡിക്കേഷൻ ഇല്ല, അതേപോലെ തന്നെ ഗിയർ പൊസിഷൻ ഇൻഡിക്കേഷൻ ഇല്ല. വളരെ ബേസ് ആയിട്ടുള്ള, അതായത് ഓഡോമീറ്റർ, പിന്നെ ട്രിപ്പ് 1 ട്രിപ്പ് 2, പിന്നെ ടോപ്പ് സ്പീഡ് കാണിക്കുന്നുണ്ട്. പിന്നെ ഒരു ഭാഗത്തായിട്ടാണ് ടൈം കാണിക്കുക. പിന്നെ ഇവിടെ ഫ്യൂൽ ഗേജ് കാണിക്കും. ഇതിൻ്റെ മേൽഭാഗത്തായിട്ടാണ് RPM മീറ്റർ വന്നിട്ടുള്ളത്. അത്ര കുറഞ്ഞ ഓപ്ഷൻസ് മാത്രമാണ് മീറ്ററിൽ വന്നിട്ടുള്ളത്. നല്ല ഈ ഒരു വെയിലത്ത് വരാൻ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഒരു മഞ്ഞ പോലത്തെ, മഞ്ഞല്ല ഓറഞ്ച് അല്ലാത്ത രീതിയിലുള്ള ഒരു ബാക്ക് ലൈറ്റ് ആണ് ഇതിൻ്റെ എന്ന് പറയുന്നത്. വളരെ ഒതുക്കമുള്ള ഒരു മീറ്റർ തന്നെയാണ്. വലിയ തരത്തിൽ മീറ്ററിൻ്റെ ഭാഗത്തൊന്നും വൈബ്രേഷൻ ഫീൽ ചെയ്തില്ല. പിന്നെ ബ്രേക്കിങ്ങിനെ കുറിച്ചിട്ട് ഞാൻ കുറച്ച് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് സിംഗിൾ ചാനൽ ABS ആണ് വന്നിട്ടുള്ളത്. ഡിസ്കിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഈ ഒരു വണ്ടിയുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ചുള്ള നല്ലൊരു ഡിസ്ക് ബ്രേക്സും കാര്യങ്ങളൊക്കെയാണ് ബൈക്കിൽ കൊടുത്തിട്ടുള്ളത്. ബാക്കിൽ ABS ഇല്ലാത്തത് ചെറിയൊരു പോരായ്മ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. മഴക്കാലത്തൊക്കെ എനിക്ക് ശരിക്കും പണ്ടൊക്കെ ഈ ഒരു RTR 180, Apache 180 ഒക്കെ ഓടിക്കാൻ ഭയങ്കര പേടിയായിരുന്നു. പിടിച്ചിട്ടുണ്ടെങ്കിൽ ബാക്ക് ടയർ തെന്നി പോകും. അപ്പോൾ ആ ഒരു പ്രശ്നം ഈ ഒരു ബൈക്കിൽ വരാനുള്ള സാധ്യത ഉണ്ടോയെന്ന് എനിക്ക് ചെറിയൊരു ഡൗട്ട് തോന്നി. അപ്പോൾ ബാക്കിൽ ABS ഇല്ലാത്ത ചെറിയൊരു പോരായ്മ മാത്രമാണ് എനിക്ക് ബ്രേക്കിങ്ങിൻ്റെ ഭാഗത്തുനിന്ന് ഫീൽ ചെയ്തത്. പിന്നെ ഹൈറ്റ് കുറഞ്ഞവർക്ക് സീറ്റ് ഹൈറ്റും ചെറിയ തരത്തിലുള്ള ഒരു പ്രശ്നം തന്നെയാണ്. 800 mm എന്ന് പറയുമ്പോൾ കുറച്ച് ഹൈറ്റ് കുറഞ്ഞവർക്ക് ചെറിയ തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു 169 അല്ലെങ്കിൽ ഒരു 5.5 താഴേക്കാണ് നിങ്ങളുടെ ഹൈറ്റ് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് അടിച്ചതിന് ശേഷം മാത്രം വണ്ടി എടുക്കാൻ ശ്രമിക്കുക. പിന്നെ ഹൈറ്റ് എന്ന് പറയുന്നത്, വണ്ടി ഓടിക്കാൻ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഹൈറ്റ് എന്ന് പറയുന്നത് അത്ര വലിയ പ്രശ്നമൊന്നുമല്ല. അപ്പോൾ അത് വലിയ തരത്തിലുള്ള ഒരു പ്രശ്നമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. പിന്നെ നിവർന്നിരിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ഹൈറ്റിൽ ഏകദേശം ഹാൻഡിൽ വരണം. ഇതെന്ന് വെച്ചാൽ കുറച്ച് മടങ്ങിയിട്ട് വേണം നമ്മൾ ഇരിക്കാൻ വേണ്ടിയിട്ട്. RC 390 ഒന്നും പോലെ കിടന്ന് ഓടിക്കണം എന്നല്ല, പക്ഷേ ചെറിയ തരത്തിൽ ഫ്രണ്ടിലേക്ക് കുനിഞ്ഞിരുന്നിട്ട് വേണം ഓടിക്കാൻ. ലോങ് റൈഡൊക്കെ പോകുമ്പോൾ ചെറിയ തരത്തിൽ അത് നടുവിന് പണി കിട്ടാനുള്ള സാധ്യത ഉണ്ടാക്കുമെന്നൊരു ചെറിയൊരു ഡൗട്ട് തോന്നി. സിറ്റി യൂസിനൊക്കെ പക്കയാണ് കേട്ടോ, വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ടൊന്നുമില്ല. ഇനി അത് പരിഹരിക്കണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഹാൻഡിലൊന്ന് ഒരു പൊടിക്ക് ഉയർത്തിയാൽ മതി. അപ്പോൾ ആ ഒരു പ്രശ്നം നിങ്ങൾക്ക് പരിഹരിക്കാം. ഹാൻഡിൽ അത്യാവശ്യം നല്ല വൈഡായിട്ടുള്ള ഹാൻഡിലാണ്. കോർണർ ചെയ്യുന്ന സമയത്താണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ 6 ആഗ് അടിച്ച് പോകുന്ന സമയത്താണെങ്കിലും നല്ല കംഫർട്ട് തന്നെയാണ് ഹാൻഡിലിൻ്റെ ഭാഗത്തുനിന്ന് ഫീൽ ചെയ്യുന്നത്. ഇനി സ്വിച്ച് ഓൾ എടുത്ത് നോക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് എഞ്ചിൻ ഓൺ ഓഫിനൊരു സ്വിച്ച് വന്നിട്ടുണ്ട്. പിന്നെ സെൽഫ് സ്റ്റാർട്ട് വന്നിട്ടുണ്ട്. പിന്നെ പാസ്, ബ്രൈറ്റ്, ഡിം, ഇൻഡിക്കേറ്റർ, ഹോൺ എന്ന് പറയുന്നത് ഡുവൽ ഹോണാണ് കേട്ടോ. നല്ല രസമാണ് ഹോണിൻ്റെ സൗണ്ട് കേൾക്കാൻ. അത്യാവശ്യം നല്ല വലിപ്പം കൂടിയിട്ടുള്ള ടാങ്കും അതേപോലെ തന്നെ അത്യാവശ്യം നല്ല വലിപ്പം കൂടിയിട്ടുള്ള സീറ്റൊക്കെയാണ് കേട്ടോ. 1, 2, 3 പേർക്കൊക്കെ വേണമെങ്കിൽ വളരെ സുഖമായിട്ടിരിക്കും. അതേപോലെയാണ് ഈ ഒരു സീറ്റിൻ്റെ നീളം എന്ന് പറയുന്നത്. പിന്നെ നല്ലപോലെ തന്നെ വീതിയുണ്ട്. ഇപ്പോൾ ലോങ് റൈഡൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് അത്യാവശ്യം ലഗേജൊക്കെ കെട്ടി വയ്ക്കാനുള്ള സ്പേസ് തന്നെ ഇവിടെ ഉണ്ടെന്ന് പറയാം. പിന്നെ ഇതിൻ്റെ സൈലൻസറിൻ്റെ ഡിസൈനിങ് ഒക്കെ കണ്ടില്ലേ, നമ്മുടെ 204 പോലെ തന്നെ ഡബിൾ ബാരൽ പോലത്തെ ഒരു സൈലൻസർ തന്നെയാണ് ഇതിൻ്റെ. സൗണ്ടും കൂടെ നോക്കാം. സൗണ്ടിൽ എനിക്ക് വലിയ തരത്തിലുള്ള മാറ്റം വന്നതായിട്ടൊന്നും ഫീൽ ചെയ്യുന്നില്ല. എന്നാലും ഈ ഒരു സെഗ്മെൻറ്റിലത്തെ അത്യാവശ്യം നല്ല ബാസോട് കൂടിയിട്ടുള്ള നല്ല കേൾക്കാൻ സുഖമുള്ള ഒരു സൗണ്ട് തന്നെയാണ് ഈ ഒരു ബൈക്കിൻ്റെ എന്ന് പറയുന്നത്. ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ ഇല്ലാത്തത് വലിയ തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് കേട്ടോ. $204 അത്ര ബാസൊന്നുമില്ല. എന്നുവെച്ചാലും ഏകദേശം
ആ ഒരു സൗണ്ടിനോട് സെയിം ആയിട്ട് തന്നെ ഫീൽ ചെയ്യണത്. നല്ല ഒതുക്കുള്ള ഡിസൈനാണ് കേട്ടോ ഇതിൻ്റെ സൈലൻസറിൻ്റെ. ഇനി ഈ വണ്ടീനെ ഓവറോൾ പറയാൻ വെച്ചാൽ നമുക്ക് പെർഫോമൻസിൻ്റെ കാര്യത്തിൽ 5 മാർക്ക് ബൈക്കിന് കൊടുക്കാം. റൈഡിങ് കൺട്രോളിൻ്റെ കാര്യത്തിൽ എനിക്ക് വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ തോന്നിയിട്ടില്ല. അതിലൊരു 4 മാർക്ക് നമുക്ക് കൊടുക്കാം. ഇനി റൈഡിങ് കംഫർട്ടിനെ കുറിച്ച് പറയാൻ വെച്ചാൽ എൻ്റെ ഹൈറ്റിൻ്റെ പ്രശ്നമാണെന്ന് അറിയില്ല. എൻ്റെ ഈ ഒരു ഹൈറ്റ് വെച്ചിട്ട് ഞാൻ കുറച്ച് കുഞ്ഞിട്ടാണ് ഈ ഒരു ബൈക്കിൽ ഇരുന്ന് പറഞ്ഞത്. അത് ലോങ് റൈഡൊക്കെ പോകുന്ന സമയത്ത് ചെറിയ തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പോൾ എൻ്റെ ഹൈറ്റ് വെച്ചിട്ട് എനിക്ക് റൈഡിങ് കംഫർട്ടിൽ ഒരു 3 മാർക്ക് ഈ ഒരു ബൈക്കിന് കൊടുക്കാം. ബ്രേക്കിങ്ങിൻ്റെ കാര്യത്തിലും ടയർ ഗ്രിപ്പിങ്ങിൻ്റെ കാര്യത്തിലും 5 തന്നെ കൊടുക്കാം. ഒരു രക്ഷയില്ല. അതേപോലെ തന്നെ സസ്പെൻഷൻ്റെ പെർഫോമൻസും രക്ഷയില്ല. ഗിയർ ബോക്സിലും 5 തന്നെ കൊടുക്കാം. വളരെ സ്മൂത്തായിട്ടുള്ള ഗിയർ ബോക്സ് ആണ്. പിന്നെ ടോപ്പ് എൻഡിൻ്റെ കാര്യത്തിലും ഇനീഷ്യൽ പവറിൻ്റെ കാര്യത്തിലും ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് തന്നെയാണ് വണ്ടിയുടെ ഭാഗത്തുനിന്ന്. അതിലും വേണമെങ്കിൽ നമുക്ക് 5 മാർക്ക് തന്നെ കൊടുക്കാം. മൈലേജിൻ്റെ കാര്യത്തിലും ഒട്ടും പറകിലല്ല. എല്ലാത്തിലും ഫുൾ തന്നെ കൊടുക്കാം. എനിക്ക് ആകെ കൂടെ ആ ചെറിയ നെഗറ്റീവുകൾ മാത്രമാണ് ഈ ഒരു ബൈക്കിൽ തോന്നിയത്. ഇനി ഈ ഒരു ബൈക്ക് വാങ്ങണം എന്ന് നിങ്ങൾക്ക് പ്ലാൻ ഉണ്ടെങ്കിൽ, നിങ്ങൾ അത്യാവശ്യം നല്ല പെർഫോമൻസ് ഒക്കെയാണ് ആഗ്രഹിക്കണം എന്നുണ്ടെങ്കിൽ ഒരു ഡൗട്ടും വേണ്ട, ഈ ഒരു ബൈക്ക് ഡയറക്റ്റ് നിങ്ങൾക്ക് പോയി വാങ്ങാം. പിന്നെ ഈ ഒരു സെഗ്മെൻറ്റിൽ വരുന്നത് നമ്മുടെ NS 160, അതേപോലെ തന്നെ ജിക്സർ, പിന്നെ ഹോർനെറ്റ് 160 വരുന്നുണ്ട്, എക്സ്ബ്ലേഡ്, അങ്ങനെ കുറച്ച് വണ്ടികളൊക്കെ വരുന്നുണ്ട്. പിന്നെ MT15 R15 ഒന്നും ഞാൻ ഈ ഒരു സെഗ്മെൻറ്റിൽ പെടുത്തണില്ല. കാരണം എന്താ വെച്ചാൽ പെർഫോമൻസിലാണെച്ചാലും അല്ലെങ്കിൽ ഇപ്പോൾ പ്രൈസിൻ്റെ കാര്യത്തിൽ നോക്കാച്ചാലും 200cc സെഗ്മെൻറ്റിലെ ബൈക്കുകളായിട്ടാണ് ആ ബൈക്കുകളുടെ കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്. നിലവിൽ നമ്മുടെ വണ്ടി എന്ന് പറയുന്നത് ഒരു 1,26,000 ഓൺ റോഡ് വരുന്ന ഒരു BS6 വണ്ടിയാണ്. അപ്പോൾ ആ ഒരു സെഗ്മെൻറ്റിൽ ആ ഒരു പ്രൈസ് ടാഗിലുള്ള വണ്ടികൾ വെച്ചിട്ടാണ് ഞാൻ കമ്പയർ ചെയ്യുന്നത്. പിന്നെ മെയിൻ്റനൻസിൻ്റെ കാര്യമൊക്കെ ഒരുപാട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് 3000 കിലോമീറ്റർ ഗ്യാപ്പിലാണ് സർവീസും കാര്യങ്ങളൊക്കെ വരുന്നത്. ഫസ്റ്റ് സർവീസ് 500 കിലോമീറ്ററിലാണ് കേട്ടോ. സർവീസ് കോസ്റ്റ് ഏകദേശം ഒരു 300 മുതൽ 600 ആ ഒരു പ്രൈസ് ടാഗിലാണ് നിൽക്കുന്നത്. അപ്പോൾ നോർമലായിട്ടുള്ള ബൈക്കുകളൊക്കെ പോലെ തന്നെയാണ് സർവീസ് കോസ്റ്റ് ഒക്കെ വന്നിട്ടുള്ളത്. പിന്നെ 50,000 കിലോമീറ്റർ, അതേപോലെ തന്നെ 5 വർഷം വരെ നമുക്ക് എഞ്ചിൻ വാറണ്ടി, ബൈക്കിന് വാറണ്ടി കാര്യങ്ങളൊക്കെ കമ്പനി ഡയറക്റ്റ് കൊടുക്കുന്നുണ്ട്. അതും ഈ ഒരു ബൈക്കിൻ്റെ ഫീച്ചേഴ്സിലെടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഈ ഒരു ബൈക്കിനെ കുറിച്ചിട്ട് അപ്പോൾ നിങ്ങളുടെ മുമ്പിൽ എനിക്ക് ഇത്ര ഡീറ്റെയിൽസ് മാത്രമാണ് ഷെയർ ചെയ്യാനുള്ളത്. ഇപ്പോൾ ഒരുപാട് പേര് ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള ഉത്തരം, അതേപോലെ തന്നെ ഞാൻ ഓടിച്ചിട്ട് തോന്നിയിട്ടുള്ള കാര്യങ്ങളും, പിന്നെ കുറേ സ്ഥലങ്ങളിൽ നിന്നൊക്കെ തപ്പെടുത്തിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസൊക്കെയാണ് ഈ ഒരു വീഡിയോ കൂടെ നിങ്ങളുടെ മുമ്പിൽ ഞാനിപ്പോൾ ഷെയർ ചെയ്തത്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. അങ്ങനെ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാണ്ട് ലൈക്ക് ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോയിലാണ്.